നമസ്കാരം. കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമരത്തുള്ളൽ ചടങ്ങ്. ആ കോമരത്തുള്ളൽ ചടങ്ങിൽ ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എത്തുന്നു. ആ പെൺകുട്ടി ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പൊളിക്കൽ പോലുള്ള കാര്യങ്ങളുണ്ട്, തല വെട്ടിപ്പൊളിക്കൽ പോലുള്ള കാര്യങ്ങളുണ്ട്. രക്തം പുറത്തു വരും, വളരെ ചെറുതായിട്ട് ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമൊക്കെ പുറത്ത് ചാടും. ആ ഒരു രീതിയിലുള്ള ചടങ്ങാണ് ഈ കോമരം തുള്ളലിൻ്റെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. ആ ചടങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ സുഡാപ്പികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതിനുള്ള അധികാരം ആരാണ് കൊടുത്തിട്ടുള്ളത്? അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരുടേതായ മതാചാരങ്ങൾ നടപ്പിലാക്കും. ഇപ്പോൾ മോഹൻലാലിന് മറികൊത്തൽ ചടങ്ങിൽ, അതായത് കണ്ണൂർ മാമാണിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ മോഹൻലാൽ മറികൊത്തൽ ചടങ്ങിനെത്തി. മോഹൻലാലിൻ്റെതായ വിശ്വാസ രീതിയാണ്, ശത്രു സംഹാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ്. അങ്ങനെ മോഹൻലാൽ ഈ മറികൊത്തൽ ചടങ്ങ് നടത്തിയപ്പോൾ ഈ പ്രശ്നമുണ്ടായത് മൊത്തം ഈ സുഡാപ്പികൾക്കാണ്. അവർ തീവ്രമായ ആക്രമണം ഇതിനെതിരെ അഴിച്ചുവിടുന്നുണ്ട്. മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ മതപരമായ ചടങ്ങുകൾ നടത്തുവാനുള്ള അവകാശമില്ലേ? മമ്മൂട്ടി പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ രീതിയിൽ മമ്മൂട്ടി ആക്രമിക്കപ്പെടാത്തത് മമ്മൂട്ടിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള സെലിബ്രിറ്റികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ മതാചാരങ്ങൾ നടപ്പിലാക്കുവാനുള്ള അവകാശമില്ലേ? എന്ത് യുക്തിയുടെ പേരിലാണ് മതാചാരങ്ങളെ നിങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഇനി ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല മതാചാരങ്ങളുമുണ്ട്. ഈ മൊഹറം സമയത്തൊക്കെ അഷൂറയിൽ ആചാരങ്ങളുടെ ഭാഗമായിട്ട് കർബല യുദ്ധത്തിൽ ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ടു, രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ് പറഞ്ഞത്. രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ചടങ്ങിൽ വച്ചിട്ട് ധാരാളം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പരസ്പരം തങ്ങളുടെ ഈ ചുമല് തല്ലിപ്പൊളിക്കുന്ന, വ്യക്തിപരമായിട്ട് അവരവർ തന്നെ തങ്ങളുടെ ചുമല് തല്ലിപ്പൊളിക്കുന്ന രീതിയിലുള്ള ആചാരമുണ്ട്. ഇത് സാധാരണ ഇതിൽ മുഹറം സമയത്താണ് നടക്കുന്നത്. ഈ കർബല യുദ്ധത്തിൽ ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തെ അനുബന്ധിച്ചാണ് ഇത്തരം ഒരു ചടങ്ങ് നടത്തുന്നത്. എന്ത് യുക്തിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? സ്വന്തം ശരീരമാണ് അടിച്ച് മുറിവേൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഈ സുന്നത്ത് കാര്യം നടത്തുന്നു. സുന്നത്ത് നടത്തുന്നതിൽ സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശാലമായി ചിന്തിച്ചാൽ അത് ബാലാവകാശ നിയമങ്ങളുടെ തന്നെ കടുത്ത ലംഘനമല്ലേ? കുട്ടികൾ പലപ്പോഴും ഈ ചടങ്ങ് നടത്തേണ്ടി വരുന്നത് വളരെ കുട്ടിക്കാലത്താണ്. മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേദനയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ചേലാകർമ്മം നടത്താറുണ്ട്. ഈ ചേലാകർമ്മം എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്? ഇനി അത് ചില പെൺകുട്ടികളെ കൊണ്ടുപോലും നടത്തിക്കുന്നുണ്ട്. അതെന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ മതപരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ ഈ രീതിയിൽ തേജോവധം ചെയ്യുന്നത് സത്യത്തിൽ മതസംഘർഷങ്ങൾ വളർത്തുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. ഇത് വളരെയധികം വലിയ പ്രശ്നമാണ്. ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അവരുടേതായ മതങ്ങളിൽ ഇത്തരം ചടങ്ങുകളും ആചാരങ്ങളും നടപ്പിലാക്കും. എന്തേ ഹിന്ദു പെൺകുട്ടിക്കും നേരെ മാത്രം ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നു? ഇതിനെ ചോദ്യം ചെയ്യാൻ, ഇതിനെ മറുത്തു പറയുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളൊന്നുമില്ലേ? ഇവിടുത്തെ സാംസ്കാരിക നേതൃത്വമില്ല. ഹിന്ദു അനാഥമാണോ? അല്ല, ഹിന്ദു അനാഥമല്ല. ഹിന്ദുവിൻ്റേതായ ആചാരങ്ങളുണ്ട്, ഹിന്ദുവിൻ്റേതായ അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ പാലിക്കുവാൻ അവർക്ക് കഴിയണം. ഇന്ത്യ പോലുള്ള ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ചും അവരുടെ ആചാര പദ്ധതികൾ നടപ്പിലാക്കുവാൻ അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കും തന്നെ അവകാശമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.